കബനി കബനി, അയ്യോ ഞങ്ങൾ കബനിയെ കളിയാക്കാൻ വന്നൊന്നല്ല കേട്ടോ. ക്യാമ്പസിൽ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും എന്ന് കരുതി പുറത്തൊരു അപകടത്തിൽപ്പെട്ട അതിൽ ഞങ്ങൾ ആരും സന്തോഷിക്കില്ല. ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചതാ. ആ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആ മെഡിക്കൽ സ്റ്റോറുകാരൻ പണി തന്നതാണോ? എനിക്കറിയില്ല. എന്തായാലും ആ CAക്ക് ഞങ്ങളൊരു പണി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റുഡന്റിനെ ദ്രോഹിച്ചിട്ട് അയാൾ അങ്ങനെ ആളാവണ്ട. ഒന്നും വേണ്ട രാഹുൽ, നിങ്ങൾക്ക് ഇത്രയെങ്കിലും പറയാൻ തോന്നിയല്ലോ. താങ്ക്സ്. കബനി ഒന്ന് നിന്നേ. ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? എൻ്റെ ഒരു അങ്കിളുണ്ട്, കാസർഗോഡാ. പുള്ളിക്കും കാശിന്റെ ബിസിനസ്സാ. നല്ല ധൈര്യമുള്ളൊരു ടീമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു പിടി പിടിക്കാം. എനിക്ക് മനസ്സിലായില്ല. അമ്മാവനവിടെ കള്ളനോട്ടിന്റെ ബിസിനസ്സാണേ. വലിയ ബന്ധങ്ങളാ. കേരളത്തിൽ എല്ലായിടത്തും അമ്മാവൻ ആളുകളുണ്ട്. കബനി ചുമ്മാ അതൊരു മറയായിട്ട് നിന്നാ മതി, നല്ല കമ്മീഷൻ കിട്ടും. രാഹുൽ വെറുതെ. എന്താടി, കള്ളനോട്ട് കൈകാര്യം ചെയ്യുന്ന നിന്നോട് എന്ത് ബിസിനസ്സാ സംസാരിക്കേണ്ട ഞങ്ങള്? നീ തനി ചെയ്യുന്നത് നമുക്ക് ഒന്നിച്ച് ചെയ്യാന്നേ പറഞ്ഞോളൂ. എന്താ എന്തു വെച്ച കബനി? അവര് എന്താടാ? ഏയ്, ഞങ്ങളൊരു ബിസിനസ് സംസാരിച്ചതാ. ഇവന്റെ അമ്മാവന് കള്ളനോട്ട് കച്ചവടം ഉണ്ടെന്ന്, അതിന്റെ ഏജൻസി എടുത്തോളാൻ. അത് കൊള്ളാലോ. കാര്യം കബനിയെ കളിയാക്കാനാണെങ്കിലും സ്വന്തം കുടുംബത്തിന്റെ സംസ്കാരവും പറഞ്ഞു തന്നല്ലോ. അല്ല, അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതുപോലെ നല്ല ബിസിനസ് ഉണ്ടോ മോനെ? നിന്റെ ഒക്കെ മുടിയും താടിയും കാണുമ്പോ ഇവക്ക് ചിലപ്പോ പേടിയുണ്ടാവും നിന്നെ തല്ലാൻ. പക്ഷെ എനിക്കതില്ല കേട്ടോ മോനെ. എന്റെ വലത് കൈ ഫുൾ ടൈം റെഡിയാ. എടോ, വിദ്യാർത്ഥികൾക്ക് ഊർജം വേണം, ചങ്കൂറ്റം വേണം. അത് നല്ല കാര്യങ്ങൾക്ക് ചെലവാക്കാനാ. അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണം ഒരുത്തിയുടെ കാല് നക്കാൻ വേണ്ടി മാത്രമല്ല. കേട്ടോ മക്കളെ, അതിന്റെ നാണക്കേടെ നിങ്ങൾക്ക് മാത്രമല്ല, തറവാടിന് മൊത്തമാ. ഇപ്പൊ എങ്ങനെ പോവാനായ മക്കൾക്ക്? ചെല്ലടാ. അത്രയും വലിയൊരു ഇഷ്യൂ നടന്നിട്ടും കബനിയെ ആരും ഒന്നും ചെയ്തില്ലല്ലോ. അതിന്റെ അർത്ഥം എന്താ? സത്യത്തിന് ജയിക്കാൻ എപ്പോഴും ഒരു മാർഗം ഉണ്ടാവുന്നല്ലേ? ചെല്ലടാ, ചെല്ല്. ഇനി നിന്റെ ഉദ്ദേശം എന്താ? കരയാനോ? ദേ കബനി, കരഞ്ഞ എന്റെ സ്വഭാവം മാറൂട്ടോ. ഒക്കെ പറഞ്ഞ് തീരുമാനിച്ചിട്ടല്ലേ നമ്മൾ ക്യാമ്പസിലേക്ക് വന്നത്. അത് മറക്കണ്ട കേട്ടോ. വീണത് ചെറിയൊരു പേരുദോഷം അല്ലല്ലോ. ഇനിയിപ്പോ എല്ലാവർക്കും കളിയാക്കാനുള്ള ഒരു ഉപകരണമായില്ല ഞാൻ. കളിയാക്കട്ടെ, ചെയ്യുന്നവർക്കെല്ലാം അത് ശരിയല്ലെന്ന് സ്വയം അറിയാം. കബനി, നീ തോറ്റു കൊടുത്താ ഇവിടെ തീരും. മറിച്ച് നേരിടാനാ തീരുമാനമെങ്കിൽ ദേ ഇടവും വലവും ഞങ്ങളുണ്ട്. പ്ലീസ് കബനി, വാ വാ. ആ കബനി, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ എവിടേക്ക് നോക്കി? ഒന്നുമില്ല. താ ഫുഡ് കഴിക്കാൻ വരാത്തെന്താ? കഴിക്കാം. പത്മിനി എവിടെ? അവക്ക് തലവേദനയാന്ന് പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോയതാ. ഞാനും പോയേനെ. അത് പിന്നെ ഒളിച്ചോട്ടുമായി ആരും കാണണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അത് നന്നായി. ആ വാ, നമുക്ക് കഴിക്കാം. നിത്യ കഴിച്ചോ? ഞാൻ കൂടെ ഇരുന്നോളാം. അത് വേണ്ട, നീ കഴിക്കുന്നില്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് കളയാം. പട്ടിണി കിടന്നാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിത്യ, ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. അമ്മയ്ക്ക് എപ്പോഴും പേടിയായിരുന്നു ഞാൻ എന്തെങ്കിലും കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുവോന്ന്. അമ്മയെ തോൽപ്പിച്ച് ഞാൻ ഒളിച്ചോടി. പക്ഷേ പ്രശ്നങ്ങൾ എന്തെങ്കിലും തീർന്നോ? ഗുണ്ടകള്, പോലീസ്, കള്ളനോട്ട്.
കൈവിട്ടു പോയ ഒരു ആൺകുട്ടിയെ കുറിച്ച് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പേരുദോഷം ഇപ്പൊ എന്റെ ലിസ്റ്റിലുണ്ട്. കൈവിട്ടു പോയ ഒരു ആൺകുട്ടിയെ കുറിച്ച് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പേരുദോഷം ഇപ്പൊ എന്റെ ലിസ്റ്റിലുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം അമ്മ എന്നെ തേടി ഇവിടെ വന്ന ഇതൊക്കെയല്ലേ കേൾക്കാനുള്ളത്? പിന്നെ ബാക്കിയുണ്ടാവൂ അമ്മ? കബനി, ഒരു പേരുദോഷം വരാത്ത ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. അവര് വരുന്നു പോകുന്നു, അത്ര തന്നെ. അവരും നീയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അവരൊന്നിലും ഇടപെടില്ല. മനുഷ്യത്വം കാണിക്കേണ്ടടുത്ത് നിശബ്ദരാവും, ശബ്ദം ഉയർത്തേണ്ടടുത്ത് ഭീരുക്കളാവും. അതാണോ ഇത്ര വലിയ യോഗ്യത? ഒന്നുമില്ലാത്തവളെന്ന് കൂടെ കൂടെ നീ സ്വയം പറയുന്നുണ്ടല്ലോ. പക്ഷെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ക്യാമ്പസിൽ എല്ലാവരും അറിയുന്നവളായിട്ട് നീ മാറിയില്ലേ? അങ്ങനെ എത്ര പേരെ അറിയാം? കക്കാൻ നടക്കുന്നവർക്കും പബ്ലിസിറ്റിക്ക് കുറവൊന്നുമില്ലല്ലോ. നന്നായി. സ്വന്തം കാര്യം ഇതിലും താഴ്ന്നു ചിന്തിക്കാൻ മറ്റാർക്കും ആവില്ല. കഷ്ടം. വാ, നമുക്ക് കഴിക്കാം, അതാ നല്ലത്. എനിക്ക് വാ. വേണ്ട. നിത്യ, ആ, ഏട്ടന്റെ ഫുഡ് ഞാൻ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയില്ല. ആ, ക്ലാസ് റൂമിൽ വരുന്നതും ഇവരെ കാണുന്നതൊക്കെ ഏട്ടന് ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയോ? നിത്യ, ആ, പ്രിൻസിപ്പലിനോട് ഒരു കാര്യം ചോദിക്കാനൊന്ന് പറയണം. എന്നെ സ്റ്റേഷനിൽ നിന്ന് വിട്ടതുകൊണ്ട് മാത്രം പരിഹാരം ആയില്ലല്ലോ. ആ കള്ളനോട്ടിന്റെ ഉറവിടം ഏതാന്നറിയണ്ടേ? അതിന് ഞാൻ എന്തെങ്കിലും പരാതി കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഏട്ടൻ കേട്ടില്ലേ? നിത്യ, പ്രിൻസിപ്പൽ അന്ന് തന്നെ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടിയും ഉണ്ടാവും. നിത്യ, അതൊക്കെ ഇനി ഒരുപാട് വൈകിയ ഞാൻ ഈ കുറ്റവാളി എന്ന പേരും കൊണ്ട് നടക്കണ്ടേ? ഒന്ന് ചോദിച്ചേ. എന്താ ഏട്ടാ? അത് പ്രിൻസിപ്പലിന് തെറ്റിദ്ധാരണയൊന്നുമില്ല. ഒരു അബദ്ധമേ അദ്ദേഹം കരുതിയിട്ടുള്ളൂ. ഞാൻ നിന്നോടാ പറയുന്നത്, നീ ചോദിച്ചോണ്ട് മാത്രം. നിത്യ, പ്രിൻസിപ്പല് അങ്ങനെ ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം എന്റെ ചീത്തപ്പേര് മാറുമോ? എന്താ ഏട്ടാ? അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ പലതരത്തിലല്ലേ ചിന്തിക്കുക. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്വയം ഉറപ്പുണ്ടെങ്കിൽ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ഞാൻ നിത്യയോടാ ചോദിച്ചത്. നിത്യോട് ചോദിച്ചത് മതി. പരസ്പരം എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ നേരിട്ടിങ്ങ് പറഞ്ഞാ മതി. ചുമ്മാ നിത്യ നിത്യ സംസാരിക്കേട്ടാ. എനിക്കൊന്നും പറയാനില്ല. ആ നിത്യേ, ആ, ഇക്കാര്യം ഞാനും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ ടെൻഷനൊക്കെ മാറിയോ? ലോകം മുഴുവൻ കുറ്റം പറയുന്നതിലല്ല, ഏട്ടന്റെ മനസ്സിൽ അതുണ്ടോ എന്നറിയാനായിരുന്നല്ലോ നിന്റെ ടെൻഷൻ. അത് മാറിയില്ലേ? ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നിങ്ങൾക്കിടയിലെ പ്രശ്നം ഒട്ടും സീരിയസ് അല്ല. അതൊരു ദിവസം പെട്ടെന്ന് അങ്ങ് തീരുകയും ചെയ്യും. ഇക്കാര്യത്തിൽ എന്നെ സംശയിക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. അകലത്തിന്റെ കാരണം ഇപ്പോഴും പറഞ്ഞില്ല. പറയും. അന്ന് നടുവിൽ ഞാനുണ്ടാവില്ല, നിങ്ങളെ ഉണ്ടാവും. നിങ്ങൾ മാത്രം. ആ, ഇപ്പൊ വന്ന് ഭക്ഷണം കഴിക്കാം. എനിക്ക് വിശക്കുന്നു. വാ 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 വാ. ഹലോ, ആരാ? ഞാനാ മോളെ, മുത്തശ്ശി. ആ, മുത്തശ്ശി. എന്തായി? വിഷമങ്ങളൊക്കെ മാറിയോ? എന്ത് വിഷമം? അത് കള, എനിക്കറിഞ്ഞുകൂടെ നിന്നെ. സംഭവിച്ചത് എന്തോ ഒരു തെറ്റിദ്ധാരണയാണെങ്കിലും അത് മതി എൻ്റെ കുട്ടിക്ക്. എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. ഇപ്പോ ഇതൊക്കെ ശീലായി മുത്തശ്ശി. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് പേരുദോഷം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. അതെ, നിന്റെ കോളേജിൽ ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അവരാരും ഒരു പാവപ്പെട്ട കുട്ടിയെ സഹായിക്കണമെന്ന് ചിന്തിച്ചില്ലല്ലോ. നീ മാത്രമല്ലേ ചിന്തിച്ചുള്ളൂ. മോളെ,
പ്രവർത്തിക്കുന്നവരെ തേടിയ അപവാദങ്ങൾ വരിക. എൻ്റെ കുട്ടി വിഷമിക്കണ്ട. ആ, ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താ മുത്തശ്ശി? ഉർവശിയും മേനെ രംഭയും കൂടി ദൂരെ ഏതോ ഒരു അമ്പലത്തിൽ പോയിരിക്കുക. നാളെ വരൂ. സൂര്യയാണെങ്കിൽ ബിസിനസ് ടൂറിലുമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഞാനും മുത്തശ്ശനും മാത്രമേ ഉള്ളൂന്ന്. കുറച്ചു മുമ്പ് ഞാൻ മുത്തശ്ശനോട് വെറുതെ ഒന്ന് ചോദിച്ചു, നമുക്ക് കബനി മോളെ ഒന്ന് വിളിച്ചാലോ എന്ന്. അപ്പം മുഖത്തെ ഒരു സന്തോഷം കാണണം. മോളെ, മോക്കിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റുമോ? അത് മുത്തശ്ശി, ഒരു ദിവസം മുഴുവനും മുത്തശ്ശനും മുത്തശ്ശിക്കും നിന്നെ കണ്ടോണ്ടിരിക്കാവല്ലോ. ഞാൻ വന്ന് നിന്നിട്ട് അതിനി വലിയൊരു പ്രശ്നമാവണ്ട. ഒന്നുമില്ല മോളെ, മുത്തശ്ശന്റെ ഒരു ആഗ്രഹം. വരാൻ പറ്റുമോ? ശരി, ഞാൻ വരാം. വന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഞാനിങ്ങ് വന്നോളാം. അതൊന്നും പറ്റില്ല. വന്നാ പിന്നെ നാളെ ഞാൻ വിടും. അയ്യോ, അത് മുത്തശ്ശി. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. ഒക്കെ മോളുടെ ഇഷ്ടം. ശരി. ആരാടി? അത് കൊട്ടാരമുറ്റത്തുനിന്ന് മുത്തശ്ശി വിളിച്ചതാ. ഓ, സമാധാനായി. ഞാൻ കരുതി പുതിയ ബോംബ് എന്തെങ്കിലും വീണൂന്ന്. ഹേയ്, മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ. രംഭയ അമ്മയൊന്നും അവിടെ ഇല്ല. നാളെ വരൂ. എന്നോട് അങ്ങോട്ടേക്ക് ചെല്ലാമോന്ന് ചോദിച്ചു മുത്തശ്ശി. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? അത് ഇന്ന് മുഴുവൻ അവിടെ നിൽക്കാനാ. അതുകൊണ്ട് പോണോന്നാ ഞാൻ ആലോചിക്കുന്നെ. പോയിക്കൂടെ നിനക്ക്? ഇവിടെ നിന്ന് ഇവളുമാരുടെ വായിലുള്ളത് കേക്കണ്ടല്ലോ. നല്ല കാര്യ കബനി. മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്താവുമ്പോ നിനക്കൊരു റിലാക്സേഷൻ കിട്ടും. എന്നാ നീയും കൂടെ വരുവോ? അത് വേണ്ട. രണ്ടാളും കൂടി പോയാലേ നമ്മൾ ഒളിച്ചോടിയതാണെന്ന് കഥകളുണ്ടാവും. ഞാനിവിടെ നിന്നോളാം. എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എല്ലാത്തിനെയും തല്ലി ശരിയാക്കാനല്ലേ? ഞാൻ വേണമെങ്കിൽ മുറിയൊക്കെ അടച്ച് അതിനകത്ത് തന്നെ ഇരുന്നോളാം. മതിയോ? കുറച്ചു നേരം സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നതിന് പകരം ദൈവം തന്ന അവസരം. അവിടെ നിന്നാ നിന്റെ ടെൻഷനൊക്കെ മാറും. അതിനിടയില് പോയവരെങ്ങാനും വന്ന് കേറിയ രസമായിരിക്കും. അതെ, ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ഇനി നീ സങ്കല്പിച്ചും കൂടി ഉണ്ടാക്കണ്ട. അവരാരും വരില്ല. നീ ധൈര്യമായിട്ട് ചെല്ല്. ആ മോളെ, മുത്തശ്ശി. എന്തേ പത്നി പോന്നില്ലേ? ഏയ്, അവള് വരുന്നില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ ഞാൻ ഹോസ്റ്റലിൽ വന്ന് മോളെ കാണണമെന്ന് ആലോചിച്ചതാ. പോലീസ് സ്റ്റേഷനും ചോദ്യം ചെയ്യലും ഒക്കെ ആയിട്ട് എന്താ മോളുടെ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. പേടിച്ചോ മോളെ? ഇല്ല മുത്തശ്ശി, എനിക്കങ്ങനെ പോകേണ്ടി വന്നതിലല്ലായിരുന്നു വിഷമം. സ്വാതി പെട്ടുപോയതിലാ. അവളെ സഹായിക്കാൻ പോയിട്ട് ഉപദ്രവമായിന്ന് തോന്നി. അത്രയ്ക്ക് പാവങ്ങളാ മുത്തശ്ശി. നന്നായി, അവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ മോള്. അല്ല, അങ്ങനെ ഒരു കാര്യം വന്നപ്പം എന്താ എന്നോട് സഹായമൊന്നും ചോദിക്കാതിരുന്നത്? ചോദിക്കാമായിരുന്നു. പക്ഷെ കാര്യം പറഞ്ഞപ്പോ എല്ലാ കുട്ടികളും നന്നായി സഹകരിച്ചു. പിന്നെ എപ്പോഴും മുത്തശ്ശിയെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നും കരുതി. എനിക്ക് തോന്നി. പക്ഷേ അങ്ങനെ മുത്തശ്ശി ഒഴിവാക്കി നിർത്തണ്ട. നന്മയുള്ള കാര്യമേ മോള് പറയൂന്ന് എനിക്കറിയാം. അല്ല, ആരാ ഈ കള്ളനോട്ടിന്റെ പുറകില്? നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല മുത്തശ്ശി. അല്ല, ആരാ ഈ കള്ളനോട്ടിന്റെ പുറകില്? നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇല്ല മുത്തശ്ശി. എന്നോട് സത്യം പറഞ്ഞാ മതി. ഇവിടെ ആരെയും സംരക്ഷിക്കാനൊന്നും നോക്കണ്ട മോളെ. സത്യം, അങ്ങനൊരു കാര്യം ഉണ്ടായെന്ന് പോലും അറിയില്ല. ഇവിടെ ഇപ്പോ ഒരുത്തി കുറ്റകൃത്യങ്ങളിൽ ഗവേഷണം നടത്തുന്നുണ്ടല്ലോ. ന്യായീകരിക്കാൻ ആളുകളും ഉണ്ട്. അവർക്ക് പേടി ഞാൻ നിന്നെ കൊട്ടാരമുറ്റത്തേക്ക് ദത്തെടുക്കുമെന്നാ. അതിന്റെ പരാക്രമമായി കാണിച്ചു കൂട്ടുന്നതൊക്കെ.
ഒരു വാശിക്ക് അങ്ങനെ ചെയ്താലോ എന്ന് കൂടി ഞാൻ ആലോചിച്ചതാ. എന്ത് ദത്തെടുക്കാനോ? എനിക്കും മുത്തച്ഛനും നിന്റെ അടുത്തിരിക്കാലോ, നിന്റെ കഥകളും കേൾക്കാലോ. എന്നെക്കാൾ ആഗ്രഹമുണ്ട് മുത്തച്ഛന് മോളെ വിളിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ കണ്ണിലെ തിളക്കം ഒന്ന് കാണണം. മിക്കവാറും രമ്പയും മമ്മിയും കൂടെ എന്നെ കൊല്ലും. അതിന് ഞാൻ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? എന്തായാലും ഇന്നത്തെ ദിവസം അവര് മുത്തശ്ശനും മുത്തശ്ശിക്കും അനുവദിച്ചു തന്നതാ നിന്റെ കൂടെ ചിലവഴിക്കാൻ. അവരെപ്പോഴാ തിരിച്ചു വരുന്നത്? ഇന്നെന്തായാലും പ്രതീക്ഷിക്കണ്ട. ഇന്നിവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ മോളെ. വാ, മുത്തച്ഛൻ വാതിക്കലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ മോളെ? എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്തിനാ മുത്തശ്ശി? ഞാൻ ഇതൊക്കെ അർഹിക്കുന്നുണ്ടോ? എവിടുന്നോ വന്നു, അതുപോലെ പോണം. അത്രയല്ലേ ഉള്ളൂ ഞാൻ. അതെ, മുമ്പൊക്കെ ഞാനും മുത്തച്ഛനും ഒന്നിച്ചിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമായിരുന്നു, ഞങ്ങളുടെ പേരക്കുട്ടിയുടെ വരവിനെ കുറിച്ച്. ഇപ്പൊ അത് മിക്കവാറും നിന്നെക്കുറിച്ചാ. അങ്ങനെ ഒരാളിനെയും വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല മോളെ. പക്ഷേ ചേർത്ത് നിർത്താൻ ദൈവം തന്നതാ നിന്നെ. മുത്തച്ഛനും മുത്തശ്ശിയും നിന്റെ അവകാശം തന്നെയാ. ഇനി ഒരിക്കലും ഈ ചോദ്യവുമില്ല, ഇതിന് മറുപടിയുമില്ല. കേട്ടല്ലോ? നീ ഞങ്ങളുടെ സ്വന്തമാണ്, ഞങ്ങൾ നിന്റെയും. വാ. ഋഷി, നിന്റെ ഫോൺ എവിടെ? മുറി കാണും. നിന്നെ കൊട്ടാരമുറ്റത്തുനിന്ന് വിളിച്ചിരുന്നു. കിട്ടാതായപ്പോ എന്റെ ഫോണിലാ വിളിച്ചത്. ഓ, ഇനി അവളുടെ ഭ്രാന്ത് കേൾക്കാൻ വയ്യ. രംഭയല്ല വിളിച്ചത്, പാർവതി അമ്മയാ. എന്താ കാര്യം? അതെനിക്കറിയില്ല. നിന്നോട് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നെ അങ്ങനെ ഒരു കാര്യത്തിന് വിളിക്കുന്ന പതിവില്ലല്ലോ. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു. എടുത്തു നിന്നേ. പാർവതി അമ്മയ്ക്ക് ജീവനാണ് കബനി. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അറിഞ്ഞു കാണോ മുത്തശ്ശി? എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, ഞാനും നിത്യം കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു എന്ന് കരുതി. നിന്റെ കാര്യം എന്താ? അന്താരാഷ്ട്ര പ്രശ്നം വലുതുമാണോ? ഇതൊക്കെ മറ്റുള്ളവരോട് സംസാരിച്ചാ ഞങ്ങൾക്കാ നാണക്കേട്. ആവോ, ഇനി വിളിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും അത്യാവശ്യമായി പോയിന്ന് പറഞ്ഞാൽ മതി. നിനക്ക് വേണ്ടിയുള്ള നുണ പറച്ചിലൊക്കെ ഞാൻ നിർത്തി. നിനക്ക് ചെല്ലാൻ പറ്റില്ലെങ്കിൽ നേരെ പാർവതിയമ്മയെ വിളിക്കുക, പറയുക, അത്രേ ഉള്ളൂ. പറയണ്ട. ഡാഡി, എല്ലാം ഞാൻ കേട്ടു. അതെന്താ പാർവതിയമ്മ വിളിച്ചാൽ നിനക്ക് പോകാനൊരു മടി? അതല്ല ഡാഡി, അവിടെ ചെന്നാ ആ രംഭയും അവളുടെ മമ്മിയൊക്കെ വല്ലാത്ത വെറുപ്പിക്കില്ല. എനിക്കിഷ്ടമല്ല അങ്ങനെ പെരുമാറുന്നവരൊന്നും. പാർവതിയമ്മ അങ്ങനെയല്ല എന്ന് നിനക്കുറപ്പുണ്ടല്ലോ, പിന്നെന്താ? നോക്ക്, പോണം. അതിപ്പോഴെന്നല്ല, എപ്പോൾ വിളിച്ചാലും. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരോടും തർക്കിക്കുന്ന നിന്റെ മമ്മി ഇതുവരെ പാർവതിയമ്മ പറയുന്നതിന് എതിരൊന്നും പറഞ്ഞിട്ടില്ല. അത് ശരിയാ. ഞാനൊരിക്കൽ വരുണിനോട് ചോദിക്കുകയും ചെയ്തു. പാർവതിയമ്മ ശാസിച്ചാലും മമ്മിക്ക് അവരെ നല്ല റെസ്പെക്റ്റാ. അതിന്റെ കാരണം നിങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇപ്പോ സമ്പത്തിന്റെ അളവ് വെച്ച് കൊട്ടാരമുറ്റത്തെക്കാൾ മുകളിലാണ് നമ്മൾ. സമ്പത്തിന്റെ അളവിൽ മാത്രം. കുറെ കാലം മുമ്പ്, അതായത് പാർവതിയമ്മ നവവധുവായി കൊട്ടാരമുറ്റത്തെത്തിയ കാലത്ത് നമ്മുടെ കുടുംബത്തിന് വല്ലാത്തൊരു വീഴ്ച വന്നിരുന്നു. എന്ന് വെച്ചാ തകർന്നു പോകുന്ന അവസ്ഥ തന്നെ. അന്ന് സഹായം കൊട്ടാരമുറ്റത്തുനിന്നായിരുന്നു. ചിലവഴിച്ചത് പാർവതിയമ്മയുടെ സമ്പത്തും. അങ്ങനെ ആ ബന്ധം ശക്തമായി. സത്യം പറഞ്ഞ കൊട്ടാരമുറ്റത്ത് മാത്രമല്ല, ഇവിടുത്തെയും കാരണവർ സ്ഥാനത്താ പാർവതിയമ്മ. വിളിച്ചാ പോവേണ്ട കാര്യം ഇപ്പൊ മനസ്സിലായോ നിനക്ക്?
ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു ഡാഡി. സാരമില്ല, ഇനി ശ്രദ്ധിച്ചാൽ മതി. നീ ചെല്ലാൻ നോക്ക്. ശരി ഡാഡി. മോളെ, ഡാഡിക്ക് ഒരു ചായ എടുക്ക. ശരി. അതേ മുത്തശ്ശ, ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെ ഒരു ദിവസം മുഴുവൻ ഇവിടെ ഉണ്ടാവുന്ന്. എങ്ങനെ കരുതാനാ? ചീറ്റപ്പുലി, കടുവ, ചീങ്കണ്ണി, എന്തൊക്കെ ഐറ്റംസാ. അതിനിടയിൽ എങ്ങനെ വരാനാ? അപ്പോഴാ മുത്തശ്ശിയുടെ കോള് വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, മുത്തശ്ശിന് ഈ വല്ലായ്മയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ വീട് എന്ത് രസമായിരുന്നേനേന്ന്. ആർക്കും വാശിയോ കുശുമ്പോ ദേഷ്യോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തശ്ശനെ കണ്ടാൽ തന്നെ പേടിച്ച് വിറക്കില്ലേ. ഒരു ഉഗ്രൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് മിസ്റ്റർ രാമനാഥൻ ഇറങ്ങി വന്ന കൊട്ടാരമുറ്റത്തെ പുൽക്കൂടി വരെ താണു വണങ്ങി നിൽക്കും അല്ലേ? ആ രൂപം എന്റെ മനസ്സിലുണ്ട്. കേട്ടില്ലെങ്കിലും ആ ശബ്ദവും എനിക്കറിയാം. കുഴപ്പമില്ലാട്ടോ, അസുഖമൊക്കെ മാറട്ടെ, എല്ലാം തിരിച്ചു കിട്ടും. ശബ്ദവും വരും, മുത്തശ്ശന്റെ ആരോഗ്യവും വരും. തലമുടിയൊക്കെ തഴച്ചു വളർന്ന് നോക്കിക്കോ. അല്ല, ശരിക്കും മുത്തശ്ശന് ആദ്യം കുറെ മുടിയുണ്ടായിരുന്നോ? ആ, കല്യാണ ഫോട്ടോ മുത്തശ്ശി എന്നെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴാ കൊഴിഞ്ഞത്? മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴല്ലേ? ആ, ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു രേവതി ചേച്ചിയുണ്ട്. മുടി എന്നൊക്കെ പറഞ്ഞ നല്ല കാറ് കറുത്ത് ഇത്ര വണ്ണത്തില് നിലമുട്ടുമായിരുന്നു. അമ്പലത്തിലൊക്കെ വരുമ്പോ രേവതി ചേച്ചിയുടെ മുടി കാണാൻ വേണ്ടി എത്രമാത്രം ആൾക്കാരെ അറിയാ വരിക.